ഹായ്, എൻ്റെ പേര് അശ്വിൻ. ഞാൻ ആൽഫയിൽ റിപ്പീറ്റർ ബാച്ചിലുണ്ടായിരുന്നതാണ്. 2021 ബാച്ചിലുള്ളായിരുന്നു. എനിക്ക് ഇവിടെ പഠിച്ച് ഞാനിപ്പോൾ നീറ്റ് എഴുതി. ഇപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി സെക്കൻഡ് റൗണ്ടിൽ തന്നെ ചെന്നൈയിലൊരു കോളേജിൽ അലോട്ട്മെൻറ്റായി MBBSന്. അപ്പം ഞാൻ +2 പാസ്സായപ്പോൾ തൊട്ട് എനിക്ക് ഇതിന് ഡോക്ടറാവണം, മെഡിസിന് പോകണം, നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നിങ്ങനെ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് ഞാൻ ഫസ്റ്റ് ടൈം എഴുതിയപ്പോഴും എനിക്ക് ഒട്ടും മാർക്കില്ലെന്ന് പറഞ്ഞാൽ തീരെ പറയാൻ പറ്റാത്ത മാർക്ക് ആയിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അയ്യോ, എനിക്ക് മാത്രമേ ഉള്ളല്ലോ മാർക്ക് കുറവ്, എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ നല്ല മാർക്കുണ്ട് എന്നുള്ളൊരു വിഷമം. എന്നാൽ ഞാൻ ഒരു ആവറേജ് വേണമെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 70% മാർക്ക് എനിക്ക് +2ന് കിട്ടിയിട്ടുള്ളൂ. അപ്പം എന്നിട്ട് പോലും ഞാൻ ഈ ഒരു വർഷം റിപ്പീറ്റിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നീറ്റ് അല്ലെ ഒരു എൻട്രൻസ് എക്സാം നമുക്കത് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും കിട്ടും. അത് ഭയങ്കര പഠിക്കുന്ന ഒരു കൊച്ചാവണമെന്നൊന്നുമില്ല. കാരണം എനിക്ക് ഇത്രയും ഞാൻ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായ എനിക്ക് കിട്ടിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. പക്ഷേ നമ്മളിടുന്ന എഫേർട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പേരൻസ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ച്. വേറെ ഒരു പേരൻസും ചിലപ്പം ഇത് എൻ്റേത് എന്ന് പറഞ്ഞ ഒരു സാധനം പേരൻസ് മേടിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് പേരൻസ് എൻ്റെ നിന്ന് ഫോൺ മേടിച്ച് വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എന്തോ ഇതിങ്ങനെ എന്നെ കൊല്ലുക, അങ്ങനെ നമുക്കൊരു നെഗറ്റീവ് ഇതായി ആദ്യമേ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ചാൾ വിചാരിച്ച് വേണ്ട വേറെ എന്തെങ്കിലും പോകാം എന്ന് വെച്ച് ഞാൻ ഒരുപാട് ഡെസ്പായി. അത് കഴിഞ്ഞപ്പോഴും ഞാൻ പിന്നെ വിചാരിച്ചു ഇല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് വെച്ച്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഒന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് മാർക്ക് കയറി വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ക്ലാസ് ടെസ്റ്റ് ഇടുമ്പോൾ ചില സമയത്ത് മാർക്ക് കുറയും. അപ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര വിഷമമാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ടീച്ചറിനെ ആൽഫയിൽ ഇവിടെ വിളിച്ചിട്ട് പറയും, മോന് മാർക്ക് കുറവാണല്ലോ, എന്താന്നൊക്കെ ഇങ്ങനെ ഒരു വീക്കിലി എനിക്കൊന്നൊരു 2 ഡേയ്സെങ്കിലും വിളിക്കും. അങ്ങനെ ഡെയിലി വിളിക്കുകയോ. അപ്പം എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. പ്രഷറെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പേടിയാണ്, എൻ്റെ വീട്ടുകാരുടെ പേരൻസിൻ്റെ ഒരു പേടി. അതെല്ലാവരുടെ പേരൻസിനും കാണും. പക്ഷേ ഇവിടുത്തെ ടീച്ചർമാരാണെങ്കിലും എല്ലാ ഫാക്കൽറ്റി എനിക്ക് ഏറ്റവും ഒരു സന്തോഷമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കത്തില്ല. ഇപ്പം നമുക്ക് മാർക്ക് കുറവാണേലോ എന്താണേലോ എന്താ മോനെ, നമുക്ക് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടർ ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും. ഞാൻ ഈച്ച് ആൻഡ് എവരി എല്ലാവരും, കാരണം ഞാൻ ക്രാഷ് ഔട്ട് ചെയ്ത അന്ന് തൊട്ടുള്ള ടീച്ചർമാരെ എനിക്കറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഇടുന്ന എഫേർട്ടിൻ്റെ ഇൻറ്റൻസിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫോൺ പോയി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്നാൽ പിന്നെ പറഞ്ഞങ്ങ് ഫോൺ തിരിച്ച് വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോഴതൊക്കെ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഫോണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അടിച്ച് പുറത്ത് കളിക്കാൻ പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറയ്ക്കുക. എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ലാതാക്കില്ല, കുറയ്ക്കുക. നമ്മളപ്പം നമ്മൾ എത്രമാത്രം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും നീറ്റിന് കിട്ടും. അതിന് 100% ഉറപ്പാണ്. എല്ലാവരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. ആരും റിപ്പീറ്റെന്നോ അങ്ങനെയൊന്നും വിചാരിച്ച് നിൽക്കുക ചെയ്യരുത്. റിപ്പീറ്റ് എഴുതി തന്നെ കിട്ടുക. കാരണം അതെന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ നമ്മൾ ഇതിനു വേണ്ടി നിൽക്കുക. എനിക്ക് +2 കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും പറഞ്ഞാൽ എനിക്ക് ബേസ് ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഞാൻ ബേസ് ഉണ്ടാക്കി എടുത്ത് മാർക്ക് സ്കോർ ചെയ്തതാണ്. അപ്പം എനിക്കറിയാം എൻ്റെ പാട്. കാരണം എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മാത്സ് ചെയ്യാൻ പോലും പാടായിരുന്നു. കാരണം എനിക്ക് സ്പീഡില്ല. ഞാൻ ഒരു പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ 5 മിനിറ്റ് എടുക്കുമായിരുന്നു ഇവിടെ വരുമ്പോൾ. അപ്പം ഞാൻ ഇങ്ങനെ കൂട്ടുകാരൊക്കെ നോക്കുമ്പോൾ അവരെല്ലാം പെട്ടെന്ന് ചെയ്ത് തരും, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് റെഡിയായാണ് ഇപ്പം ഇത്രയൊരു മാർക്ക് മേടിച്ച് എനിക്കൊരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നോ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ആയിരിക്കും നിങ്ങൾക്ക് നീറ്റിൽ വരുന്ന സ്കോർ. അതാണ് അതിൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അതേപോലെ തന്നെ ഒരു വർഷത്തേക്കൊന്ന് കുറച്ച് സാക്രിഫൈസ് ചെയ്താൽ മതി. ബാക്കി സുഖമായിട്ട് പോയിക്കോളും. പേരൻസിന് ഹാപ്പിയാണ്, എല്ലാവർക്കും ഹാപ്പിയാണ്. ആൽഫയിലുള്ള എല്ലാ ഫാക്കൽറ്റീസിനും എല്ലാവർക്കും ഹാപ്പിയാണ്. താങ്ക് യു.